ലോകകപ്പിൽ ഒരിക്കൽ പോലും ജയിക്കാതെ ഒരു രാജ്യം ഇന്ന് ലോകത്ത് ജയിച്ചു. കേപ്പ് വെർദെ എതിരാളികളെ ഒരിക്കൽ പോലും പരാജയപ്പെടുത്താതെ, എന്നാൽ ആർക്കു മുന്നിലും വീഴാതെ അവരെഴുതിയ ചരിത്രം ലോക ഫുട്ബോളിൽ അടയാളപ്പെടുത്തുകയാണ്. മരണഗ്രൂപ്പിൽ മണ്ണടിയേണ്ട രാജ്യമാണ്. ആദ്യമായി വിശ്വവേദിയിലേക്ക് എത്തിയവർ ആദ്യ റൗണ്ട് പിന്നിട്ട് മുന്നേറുമ്പോൾ അത് ലോകകപ്പോളം പോന്നൊരു ജയഭേരിയാണ്. ആദ്യം വിറച്ചത് യൂറോപ്യൻ കാൽപന്താട്ടക്കാരിൽ കരുത്തരായ സ്പാനിഷ് പട. അവിടെയും അവസാനിച്ചില്ല. മുൻ ചാമ്പ്യന്മാർ ലാറ്റിൻ അമേരിക്കൻ വീമ്പുമായി വന്നൊരു ഉറുഗ്വേ. കെട്ടിയുയർത്തിയ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ വീണ്ടും ഒരു സമനിലക്കൂട്ട്. ലോകമാ രാജ്യത്തെ അത്ഭുതത്തോടെ കണ്ണും നട്ടിരുന്നൊരു നിമിഷങ്ങളാണ്. ഒടുവിൽ സൗദിക്ക് മുന്നിലും ജയത്തോളം ഒരു സമനിലയിൽ രണ്ടാം റൗണ്ടിലേക്ക് വീരോചിതം. ഇതവർക്ക് സ്വപ്ന സാഫല്യമാണ്. 2022 ഖത്തറിലേക്ക് പടിവാതിൽക്കൽ വീണൊരു ഭൂതകാലവും കടന്ന് 4 ആണ്ടുകൾ പിന്നിട്ടാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ അവരെത്തിയത്. അതിനാൽ വെറുതെ അങ്ങ് പോകാൻ മനസ്സില്ല. 3 മത്സരങ്ങളിൽ വെറും 2 ഗോളുകൾ വഴങ്ങി 15ലധികം രക്ഷാപ്രവർത്തനങ്ങളിൽ പെനാൽറ്റി ബോക്സിനുള്ളിൽ അത്ഭുതമായൊരു മനുഷ്യരുണ്ട്. കേപ്പ് വെർദേക്ക് രക്ഷാകരങ്ങളുമായി ഗോൾ വല കാത്തവൻ. പ്രതിരോധവും മധ്യനിരയും വീർപ്പൊഴുക്കി പിടിച്ചുകെട്ടിയ കാൽപന്തിന്റെ മറ്റൊരു രൂപം. ഇനി ആൽബി സെലസ്റ്റ്യൻ കരുത്തർക്ക് മുന്നിലേക്കാണ്, ചാമ്പ്യന്മാർക്ക് മുന്നിലേക്കാണ്. ചിലപ്പോൾ വീണുപോയേക്കാം, പരാജയഭാരത്താൽ തിരിച്ചു നടക്കേണ്ടി വന്നേക്കാം. പക്ഷേ ആഫ്രിക്കയിലെ ഒരു കൊച്ചു രാജ്യത്തിന്റെ പ്രതീക്ഷകൾ ഇത്രത്തോളം വളർന്നെങ്കിൽ ലോകത്തിന്റെ ഓരോ കോണുകളിലും കാൽപന്ത് തട്ടുന്ന മനുഷ്യർക്ക് നാളെ പ്രത്യാശകളുണ്ടാകും. ലോക പോരാട്ടത്തിന്റെ വിശ്വവേദിയിൽ പുതുചരിത്രങ്ങൾ പിറക്കും. സ്വപ്നങ്ങളിലേക്ക് അവർ ജനസംഖ്യയുടെ കണക്കെടുത്തില്ല. അസാധ്യമെന്നവർക്കുള്ളിൽ നിരാശയും നിറഞ്ഞില്ല. പകരം ലോകത്തിന്റെ ഭൂപടത്തിൽ അവർക്കൊരിപ്പിടം വേണമായിരുന്നു.